കേരളത്തിൽ നിന്ന് എവിടെ നോക്കിയാലും റിയാക്ഷൻ ചാനൽസും ഒപ്പീനിയൻ ഷെയറിങ് ചാനൽസും ഒക്കെയാണ്. സോ ഞാനെന്ന വ്യക്തിയും ഈ ഒരു എൻ്റെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ്, അതായത് ഷോർട്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിച്ചത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാകാനായിട്ടാണ്. അതായത് എൻ്റെ ഒപ്പീനിയൻസിനും എൻ്റെ വേർഡ്സിനും എൻ്റെ റിയാക്ഷൻസിനും ഒരു വാല്യൂ സമൂഹത്തിൽ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളൊരു കരുതലും ഒരു തോന്നലും, അതുപോലെ തന്നെ ആ ഒരു ഷെയർ ചെയ്യുന്ന വേർഡ്സിനും ഷെയർ ചെയ്യുന്ന തോട്ട്സിനും ഒരു വാല്യൂ ഉണ്ടെന്നുള്ളൊരു കരുതലാണ് അല്ലെങ്കിൽ തോന്നലാണ് എന്നെ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു തോന്നൽ ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ഐ ലുക്ക് അറ്റ് അവർ യൂട്യൂബേഴ്സ്, എസ്പെഷ്യലി കേരള യൂട്യൂബേഴ്സ്, ഞാൻ കണ്ടു ഒരുപാട് പേർക്ക് ഇന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് നീഷെ ക്രിയേറ്റ് ചെയ്ത് സ്ക്രാച്ചിൽ നിന്ന് ആരംഭിക്കുന്നതിനേക്കാളും കറണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യുക, ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുക, ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. സോ അവരുടെ ഒപ്പീനിയൻസിന് ഒരു വിലയുണ്ട് സമൂഹത്തിൽ. അതായത് അവർ പറയുന്ന, ഇപ്പം അവർക്കൊരു കാര്യത്തിൻ്റെ അറിവൊന്നും കാണത്തില്ല, പക്ഷേ അവരതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്ന, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുന്ന സെറ്റപ്പൊന്നുമല്ല, ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവരുടെ ഒപ്പീനിയൻസ് പറയുക, ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നതിനൊക്കെ വളരെ വാല്യൂ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഫോർ എക്സാമ്പിൾ സീക്രട്ട് ഏജൻ്റൊക്കെ ഒരു ഉദാഹരണമാണ്. ഇപ്പോഴല്ലെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വേർഡ്സിന് ഭയങ്കര വാല്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനൊരു സെഗ്മെൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഗൈസ് ഇറ്റ് ഈസ് പ്രെറ്റി മെസ്റ്റപ്പ്. അതായത് ഈ ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ ഈ ഒരു ദ വേ യു മേക്ക് കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു വേ ഓഫ് കണ്ടൻറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻറ്റും വളരെ ഒരു പ്രെറ്റി മെസ്റ്റപ്പാണ്. അതായത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ മൈൻഡിൽ 24/7 നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഓക്കെ അടുത്ത കോൺട്രവേഴ്സി എപ്പോൾ വന്നു, വേർ ഇസ് എ ന്യൂ കോൺട്രവേഴ്സി, അങ്ങനെ ഇവിടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫുൾ ഇങ്ങനെ എവിടേക്ക് ഒരു അറ്റവും മുറി കിട്ടിയാൽ അത് കോൺട്രവേഴ്സി ആണെന്ന് കരുതി അപ്ലോഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് കിട്ടിയിട്ടാണ് നമ്മളതിൻ്റെ പാതി മനസ്സിലാകാത്ത രൂപത്തിലൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുക, ഒപ്പീനിയൻസ് പറയുക, അങ്ങനെ ഒരു ടെൻഡൻസി കൂടുതലാണ്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും കുറ്റം കണ്ടുപിടിക്കും, എല്ലായിടത്തും നിങ്ങൾക്കൊരു കണ്ടൻറ്റ് കിട്ടും. അപ്പം കണ്ടൻറ്റ് കിട്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ കണ്ടൻറ്റ് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ആക്ച്വൽ ട്രൂത്ത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മൈൻഡ് സമൂഹത്തിൽ നിന്ന് വരത്തില്ല. ബിക്കോസ് ഓൾ യു സീ ഈസ് ദ കണ്ടൻറ്റ്. ഓക്കെ, എത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു അത്ര നല്ലത്. കാരണം 10 പേർ റിയാക്ട് ചെയ്താൽ പിന്നെ ആ ഫ്ലോ ഒന്ന് പോകും. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരുപാട് പേര് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് റിയാക്ട് ചെയ്തേക്കുന്ന പലതും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഷീം തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ, അദ്ദേഹത്തെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു. ഞാനാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തേക്കുന്നത് ഞാനാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊരു നല്ല കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ പേര് ആ ഒരു ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വന്നത്, അതും ഞാൻ പറഞ്ഞിരുന്നു, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ്. പിന്നെ രേണുസുധിയുടെ കേസ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, ബിക്കോസ് ഐ റിയലി വാണ്ട് ടു ഷെയർ മൈ ഒപ്പീനിയൻ. സോ അങ്ങനെ ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സകല മസാല എടുത്തിട്ട് ജോലി ആക്കായിരുന്നു. സകല മസാലയും തൊട്ടതും പിടിച്ചതൊക്കെ കോൺട്രവേഴ്സി ആക്കായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല, കാരണം എനിക്കെന്തോ ആ ലൈഫ് സ്റ്റൈൽ അങ്ങ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ജനിച്ചുള്ള സാഹചര്യം എന്നെക്കൊണ്ടത് എനിക്കത് അനുവദിക്കുന്നില്ല, എന്നെക്കൊണ്ട് അത് അനുവദിപ്പിക്കുന്നില്ല ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് ഈ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമ്മൾ കണ്ണു വെച്ച് നോക്കി അവിടെ നിന്ന് കുറേ കാര്യമൊക്കെ എടുത്ത് കണ്ടൻറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ തൊട്ടതും പിടിച്ച കണ്ടൻറ്റാക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ മൈൻഡ് അങ്ങോട്ട് അഴിച്ചു വിടുന്നില്ല. പക്ഷേ ഞാൻ ഈ സെഗ്മെൻറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ സകല മസാലയും സകല കേസും റിയാക്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ എന്തോ നമ്മളെ വളർത്തിയേക്കുന്നതിന് ഗുണമെന്ന് തോന്നുന്നു, എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ ഇനി റിയാക്ട് ചെയ്യും, ഒപ്പീനിയൻ പറയും, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു ചീപ്പ് ഡർട്ടി മലയാളം എന്ന യൂട്യൂബേഴ്സിനെ പോലെ കാരണം മസാല കണ്ടൻറ്റ് റിയാക്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ മേ ചേഞ്ച്, പക്ഷേ എനിക്കിപ്പോൾ കറണ്ടിൽ തോന്നുന്നില്ല. ആൻഡ് അതൊരു മോശം കാര്യമായിട്ടും അങ്ങനെയൊന്നുമല്ല, മോശം കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു അന്തസ്സുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്. സോ ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൈൻഡൊന്ന് ഫ്രീ ആക്കിയെന്നുള്ളൂ. അതായത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുകൂടിയുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അത് ഷെയർ ചെയ്തു. അതുപോലെ ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ തോന്നി ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ട്. ആഫ്റ്റർ ദാറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക, അതായത് നിങ്ങളിത് മനസ്സിലാക്കുക, നിങ്ങൾ തിങ്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹമുള്ള ആളാണ്, നിങ്ങളുടെ കണ്ടൻറ്റ് നീഷെ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് റിയാക്ഷനും ഒപ്പീനിയൻ പറച്ചിലും ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. ഈസ് ഇറ്റ് ഗുഡ്? നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ? അതായത് ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക, ദാറ്റ്സ് ഗ്രേറ്റ്. ഒപ്പീനിയൻസ് പറയുക, ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷേ വേറെ തൊട്ടതും പിടിച്ചതും കണ്ടൻറ്റ് ആക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ആക്ച്വലി ഗുഡ്? ഓക്കെ, just think.